സൗദി അറേബ്യയിലും GCC രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവർ സേഫ്റ്റിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ്. ഇതുപോലെ ചെറിയ ചെറിയ നിർമ്മിതികളായിരിക്കും, പക്ഷേ അതിൽ വാഹനം ഇടിച്ചോ മറ്റ് ഏതെങ്കിലും രീതിയിൽ പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതോ റോഡ് പണി നടക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ ഒരു സംരക്ഷണം ഭിത്തി അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും താൽക്കാലികമാണെങ്കിലും. അത് സേഫ്റ്റിക്ക് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നല്ല അവസരങ്ങൾ സേഫ്റ്റിക്ക് ഉണ്ട് എന്ന് പറയാൻ കാരണം എഞ്ചിനീയറിംഗ് മറ്റു മേഖല പോലെ അല്ല. ഈ മേഖലയിൽ അത്രത്തോളം ഒരു ഗ്രാജുവേഷൻ ലെവലിലൊന്നും പഠിക്കാതെ തന്നെ ഈ സേഫ്റ്റി മേഖലയിൽ ഒരുപാട് തൊഴിൽ തേടുന്ന ചെറുപ്പക്കാരുണ്ട്. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ഡിപ്ലോമകളിലും അതല്ലാതെ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസിലും ചെറിയ ചെറിയ എക്സാമുകൾ മാത്രം എഴുതിയിട്ടും ഈ സേഫ്റ്റി മേഖലയിൽ പെട്ടെന്ന് ജോലി കിട്ടും. അത്യാവശ്യം നല്ല ശമ്പളം കിട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സേഫ്റ്റി മേഖലയിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടാവും. സേഫ്റ്റി ഓഫീസർ, സേഫ്റ്റി ട്രെയിനിങ്, സേഫ്റ്റി മാനേജർ, സേഫ്റ്റി സൂപ്പർവൈസർ, അങ്ങനെ പലതരത്തിലുള്ള തസ്തികകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ലൈഫിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇങ്ങനെ മിക്ക രാജ്യങ്ങളിലുള്ളത്. പല കമ്പനികളുടെയും റാങ്കിങ്ങിനെ ബാധിക്കുന്ന ഒരു ഘടകം കൂടെയാണ് ഈ കാര്യം. കാരണം വർക്ക് നടക്കുന്ന സ്ഥലത്ത് അപകടം പറ്റിയാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റിക്ക് നല്ലൊരു ഫണ്ട് അവർ മാറ്റിവെക്കും, അത് ശമ്പളം കൊടുക്കുന്നതിന് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. 1 മണിക്കൂർ ജോലിക്ക് 22 റിയാൽ മുതൽ 40 റിയാൽ വരെ വാങ്ങുന്ന സേഫ്റ്റി ഉദ്യോഗസ്ഥരുണ്ട്. 10 മണിക്കൂർ ജോലി ഉണ്ടാവും. പക്ഷെ മറ്റ് ക്വാളിറ്റി കൺട്രോൾ, എഞ്ചിനീയർ ഇങ്ങനെയുള്ള തസ്തികകളെക്കാളും ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് എൻട്രി കിട്ടുന്ന ഒരു തസ്തിക കൂടിയാണ്. പിന്നെ സേഫ്റ്റി ഇതിന് വലിയ ഒരു ഘടകമായതുകൊണ്ടും ഇത് റാങ്കിങ്ങിനെ ബാധിക്കുന്നതുകൊണ്ടും ചില കമ്പനികളൊക്കെ പല രാജ്യങ്ങളിലും ഈ അപകടങ്ങൾ മറച്ചു വെച്ച് ചികിത്സ കൊടുക്കാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. കാരണം ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ കമ്പനിയുടെ സേഫ്റ്റി ഇഷ്യൂസിനെ ബാധിക്കും. എന്തായാലും കൺസ്ട്രക്ഷൻ ബൂമിങ് നടക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ലോകത്ത് സൗദി അറേബ്യ, വിഷൻ 2030 ഭാഗമായിട്ട്. അതുകൊണ്ട് ഒരുപാട് സേഫ്റ്റി അവസരങ്ങൾ ഇവിടെയുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ജോലിയാണ്. അത്യാവശ്യം കോൺഫിഡൻസും അത്യാവശ്യം ലാംഗ്വേജ് സ്കില്ലുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ മേഖലയിൽ ജോലി കിട്ടാൻ വേണ്ടി സഹായിക്കും. ഭാഷ അത്ര വലിയ ഘടകമൊന്നും ആക്കണ്ട, ഏറ്റവും വലുത് കോൺഫിഡൻസ് തന്നെയാണ്.